Hi friends, today we are going to discuss about cross drainage work, our next portion. So, എന്താണ് ഒരു cross drainage work എന്ന് നോക്കാം. It's a hydraulic structure which we are constructed at the crossing of a natural stream and an irrigation canal when they intersect at the same point. Okay, ഒരു നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവറും അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കനാലും അറ്റ് എ പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഒരു ഫ്ലോയിനെ ഇൻട്രപ്റ്റ് ചെയ്യാത്ത രീതിയിൽ രണ്ട് ഫ്ലോയും നമുക്ക് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ 3 ടൈപ്സ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു നീഡ് എന്ന് നോക്കാം, നെസസിറ്റി ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നോക്കാം. നമ്മൾ ടൈപ്സ് ഓഫ് കനാൽസ് ഡിസ്കസ് ചെയ്തിരുന്നു, സച്ച് ആസ് കോണ്ടൂർ കനാൽ, അതുപോലെ തന്നെ റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, അങ്ങനെ 3 ടൈപ്പ് കനാൽസ് ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്തതായിരുന്നു ആ ഒരു റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബാക്കി രണ്ടെണ്ണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമായിട്ട് റീസൺ ആയിട്ട് പറഞ്ഞത് റിഡ്ജ് കനാൽ അല്ലെങ്കിൽ ആ ഒരു വാട്ടർഷെഡ് കനാലിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് ടോട്ടലി മിനിമൈസ് ചെയ്ത് നിർത്താൻ പറ്റുന്നതെന്നാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാട്ടർഷെഡ് കനാൽ നമുക്കതൊരു തിയറിയിലാണ് ഇത് പറയാൻ ഈസി ആയിട്ടുള്ളത്, ബട്ട് ഇൻ പ്രാക്ടിക്കൽ അങ്ങനെ ഒരു അലൈൻമെൻറ്റ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അത് ഒരു ഐഡിയൽ കണ്ടീഷനാണത്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഒന്നും തന്നെ ഇല്ലാതെ നല്ല ഐഡിയൽ ആയിട്ടുള്ളൊരു പ്രൊഫൈലിൽ നമ്മുടെ കനാലും അതുപോലെ തന്നെ റിവറും ഒക്കെ ഫ്ലോ ചെയ്തു പോകുന്നു. അതൊരു തിയറി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പ്രാക്ടിക്കലി ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കനാൽസിൻ്റെ കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കനാലിൻ്റെ ഫ്ലോയിന് വേണ്ടിയിട്ട് നമുക്ക് ഒബ്വിയസ്ലി ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് പോലുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു നെസസിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു കനാൽ ആൻഡ് നമ്മുടെ നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവർ ഒരു സിംഗിൾ പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ നീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ കനാലിലെ വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ റിവർ നാച്ചുറൽ സ്ട്രീമിൻ്റെ വാട്ടറും തമ്മിൽ മിക്സ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഇൻ്റർമിക്സിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കനാലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് നോക്കിയിട്ടായിരിക്കും, ക്യൂ എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈച്ച് കനാൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇന്റർമിക്സിങ് റിവറിൽ നിന്നുള്ള വാട്ടർ കനാലിലേക്ക് കയറി ഇന്റർമിക്സിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ഔട്ട്ലെറ്റിൽ കിട്ടുന്ന ആ ഒരു ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മേ ബി കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്ചാർജ് ആണ് എന്നുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് രണ്ടും തമ്മിൽ കനാലും അതുപോലെ തന്നെ റിവറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലി എന്തെങ്കിലും ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസൈൻഡ് പാത്തിൽ കൂടിയുള്ള കനാലിൻ്റെ ഫ്ലോയും അതുപോലെ തന്നെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പാത്തിൽ കൂടിയുള്ള നമ്മുടെ ആ ഒരു റിവറിൻ്റെ ഫ്ലോയും മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു അഡീഷണൽ എയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പാത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് അതായത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡയറക്ഷൻ ഓഫ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് യൂസ് ചെയ്യുന്നത്, വാട്ട് ആർ ദി നീഡ്സ് ഫോർ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. മെയിൻലി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3 3 ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കനാലിലെയും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവറിൻ്റെയും ബെഡ് ലെവൽസ് അതുപോലെ തന്നെ ഈ രണ്ടിലുമുള്ള മാക്സിമം വാട്ടർ
വാട്ടർ ലെവൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് കനാൽ ബെഡ് ലെവൽ ആൻഡ് റിവർ ബെഡ് ലെവൽ, അതുപോലെ തന്നെ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, HFL ഓഫ് റിവറും അതുപോലെ FSL ഓഫ് കനാൽ, അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ബെഡ് ലെവൽസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 1ൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണ് ടൈപ്പ് 1ൽ ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കനാൽ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവറിനെ എബോവ് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് റിവർ താഴെ കൂടി ഫ്ലോ ചെയ്യും, മുകളിലാണ് നമ്മുടെ ഡിസൈൻഡ് ഇറിഗേഷൻ കനാൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരുന്നതാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കനാലിന് താഴെ കൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ റിവർ വാട്ടർ ഫ്ലോ ചെയ്തു പോകുന്നു. അത് മേ ബി ഇൻട്രപ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം കനാല് എബോവ് നിൽക്കുന്നു, നമ്മുടെ റിവർ ബോട്ടത്തിൽ ബിലോ പോർഷനിലും നിൽക്കുന്നു. അതാണ് ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്ക് വരുന്നത്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ മെയിൻലി കൺസ്ട്രക്ട് ചെയ്യുന്ന 2 ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് അക്യൂഡക്റ്റും അതുപോലെ തന്നെ സൈഫൺ അക്യൂഡക്റ്റും. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. കനാല് മുകളിലും റിവർ താഴെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അക്യൂഡക്റ്റും അതുപോലെ തന്നെ സൈഫൺ അക്യൂഡക്റ്റും. ഓക്കെ, സോ ഇനി എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ സിറ്റുവേഷനിലാണ്. ഓക്കെ, ഇനി എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടൈപ്പ് 1 പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നതെന്ന് ആദ്യമേ പറഞ്ഞൊരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കനാലിൻ്റെയും റിവറിൻ്റെയും ബെഡ് ലെവലും അതുപോലെ തന്നെ ഇത് രണ്ടിൻ്റെയും വാട്ടർ ലെവലും മാക്സിമം വാട്ടർ ലെവലും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് 1 നമ്മൾ യൂസ് ചെയ്യുന്നത് കനാലിൻ്റെ ബെഡ് ലെവലും അതുപോലെ തന്നെ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലുമാണ്. ഓക്കെ, ടൈപ്പ് 1 യൂസ് ചെയ്യുന്നത് കനാലിൻ്റെ ബെഡ് ലെവലും റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ HFLുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അക്യൂഡക്റ്റ് എന്നും സൈഫൺ അക്യൂഡക്റ്റ് എന്നും എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അക്യൂഡക്റ്റിൽ ഇത് രണ്ടും വരുന്നത്, സൈഫണിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ അക്യൂഡക്റ്റിൻ്റെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു കനാൽ എന്ന് പറയുന്നത് ടോപ്പിലായിരിക്കും നിൽക്കുന്നത്, സ്ട്രീം എന്ന് പറയുന്നത് താഴെക്കൂടി ആയിരിക്കും പോകുന്നത്, നാച്ചുറൽ സ്ട്രീം താഴെക്കൂടിയും പോകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ടൈപ്പ് 1 സജസ് അക്യൂഡക്റ്റ് ആൻഡ് സൈഫൺ അക്യൂഡക്റ്റ് ആർ യൂസ്ഡ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് ടൈപ്പ് 1 നമ്മൾ യൂസ് ചെയ്യുന്നത് കനാലിൻ്റെ ബെഡ് ലെവൽ, ഇതാണ് നമ്മുടെ കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ, ഇവിടെയാണ് ഞാൻ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. The bed level of the canal is above the high flood level of the stream. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനെക്കാട്ടിലും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ സ്ട്രീമിലെ വാട്ടർ എന്ന് പറയുന്നത് ഇൻട്രപ്ഷൻ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, കനാലിന് താഴെ കൂടി ഫ്ലോ ചെയ്തു പോകും. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു അക്യൂഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദി സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ വെൻ ബെഡ് ഓഫ് ദി കനാൽ ഈസ് എബോവ് ദി ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ദി ഡ്രെയിനേജ്. ഇൻ ദിസ് കേസ് ദ ഡ്രെയിനേജ് വാട്ടർ പാസസ് ക്ലിയർലി ബിലോ ദി കനാൽ. കനാലിൻ്റെ ബെഡ് ലെവൽ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന സമയത്ത് റിവർ വാട്ടർ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ബിലോ ദി കനാൽ ഫ്ലോ ചെയ്തു പോകുന്നു. സച്ച് സിറ്റുവേഷൻസ് നമ്മൾ അക്യൂഡക്റ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി സൈഫൺ അക്യൂഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇതാണ് സൈഫൺ അക്യൂഡക്റ്റ്. ഇവിടെ നോക്കിയും കനാലിൻ്റെ ബെഡ് ലെവൽ ഇവിടെ തന്നെയാണുള്ളത്. നേരത്തെ അക്യൂഡക്റ്റിൽ ഈ ഒരു പോർഷനിൽ നിന്നിരുന്ന ഹൈ ഫ്ലഡ് ലെവൽ സൈഫൺ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ബെഡ് ലെവൽ ഓഫ് ദി കനാലിനെക്കാട്ടിലും മുകളിലെത്തി. ഓക്കെ, അപ്പം സൈഫൺ അക്യൂഡക്റ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അതിൽ ഡിഫറൻസ് വരുന്നത് എന്താണ്, ദ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദി നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഈസ് എബോവ് ദി ബെഡ് ലെവൽ ഓഫ് ദി കനാൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സൈഫൺ അക്യൂഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്യും. കാര്യം എന്താണ്, നമ്മുടെ റിവർ വാട്ടർ എന്ന് പറയുന്നത് ബിലോ ദി കനാൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ലെവൽ വരെ നമ്മുടെ ഈ ഒരു ലെവൽ വരെയും നമ്മുടെ എന്ത് ചെയ്യുന്നു, റിവർ വാട്ടർ വരുന്നതാണ്. അപ്പോൾ കനാലിലും കൂടി എന്ത് ചെയ്യും, റിവർ വാട്ടറിൻ്റെ ആ ഒരു റിവർ വാട്ടർ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സൈഫോണിക് ആക്ഷൻ വഴി മാത്രമേ നമുക്ക് ആ ഒരു റിവർ വാട്ടറിൻ്റെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സൈഫൺ അക്യൂഡക്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡ്രെയിനേജ് വാട്ടർ കനോട്ട് പാസ് ക്ലിയർലി ബിലോ ദി കനാൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ സൈഫൺ അക്യൂഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫ്ലോസ് അണ്ടർ സൈഫോണിക് ആക്ഷൻ. ഓക്കെ, ദി സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ വെൻ ബെഡ് ലെവൽ ഓഫ് ദി കനാൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലോ ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദി നാച്ചുറൽ സ്ട്രീം. ഇത് രണ്ടും ഫിഗർ വെച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അക്യൂഡക്റ്റ് ആൻഡ് സൈഫൺ അക്യൂഡക്റ്റ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ടൈപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് ടൈപ്പിൽ എങ്ങനെയായിരുന്നു, കനാല് മുകളിലും നമ്മുടെ നാച്ചുറൽ സ്ട്രീം താഴെയും. സെക്കൻഡ് ടൈപ്പ്
വരുമ്പോൾ നേരെ തിരിയും. സ്ട്രീമാണ് മുകളിൽ നിൽക്കുന്നത്, കനാൽ താഴെയാണ് വരുന്നത്. ഓക്കെ, ഡ്രെയിനേജ് പാസസ് ഓവർ ദി ഇറിഗേഷൻ കനാൽ. അപ്പോഴാണ് നമ്മുടെ ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ പാസേജും അതുപോലെ തന്നെ സൈഫൺ സൂപ്പർ പാസേജുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന 2 ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് സൂപ്പർ പാസേജും സൈഫൺ സൂപ്പർ പാസേജും. ഈ ഒരു സൈഫൺ സൂപ്പർ പാസേജിനെ നമ്മൾ കനാൽ സൈഫൺ എന്നും പറയാറുണ്ട്. ഓക്കെ, സൈഫൺ സൂപ്പർ പാസേജ് അല്ലെങ്കിൽ കനാൽ സൈഫൺ എന്നാണ് പറയുന്നത്. സോ സൂപ്പർ പാസേജും സൈഫൺ സൂപ്പർ പാസേജും എന്താണ് അതിൻ്റെ ഡിഫറൻസ്? നമ്മൾ അക്യൂഡക്റ്റും സൈഫൺ അക്യൂഡക്റ്റും പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്തത് കനാൽ ബെഡും റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലും. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റിവർ ബെഡും കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലുമാണ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 1 കനാൽ ബെഡ് യൂസ് ചെയ്തു, ടൈപ്പ് 2 നമ്മൾ റിവർ ബെഡ് യൂസ് ചെയ്യുന്നു. ടൈപ്പ് 1 നമ്മൾ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവലാണ് യൂസ് ചെയ്തത്, ടൈപ്പ് 2 കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചാണ് നമ്മളിത് രണ്ടും സൂപ്പർ പാസേജും സൈഫൺ സൂപ്പർ പാസേജും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ പാസേജിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ പാസേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ട്രീം അല്ലെങ്കിൽ റിവർ ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി റിവർ ബെഡ് ആൻഡ് ഇവിടെയാണ് ഞാൻ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എന്ത് പറയാം? സ്ട്രീമിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലിനെക്കാട്ടിലും മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കനാൽ വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ബിലോ ദി സ്ട്രീം ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ പാസേജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ സൈഫൺ സൂപ്പർ പാസേജ് വരുമ്പോഴോ ഇത് നേരെ എന്ത് ചെയ്യും? ഈ ഒരു ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇനി മുകളിൽ വരും, സ്ട്രീമിൻ്റെ ബെഡ് ലെവലിനെക്കാട്ടിലും മുകളിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഈ ഒരു കനാൽ വാട്ടറിന് സ്ട്രീമിന് താഴെ കൂടി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല, സൈഫോണിക് ആക്ഷൻ്റെ ആവശ്യം വേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കനാൽ സൈഫൺ അല്ലെങ്കിൽ സൈഫൺ സൂപ്പർ പാസേജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ടൈപ്പ് 2 ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഈസിയാണ്. ഓക്കെ, ഒരു ഫിഗറിൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സൂപ്പർ പാസേജ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഇൻ വിച്ച് ദി ഡ്രെയിനേജ് ഈസ് പാസിംഗ് ഓവർ ദി ഇറിഗേഷൻ കനാൽ ഈസ് നോൺ ആസ് സൂപ്പർ പാസേജ്. സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ വെൻ ബെഡ് ലെവൽ ഓഫ് ദി ഡ്രെയിനേജ് ഈസ് എബോവ് ദി ഫുൾ സപ്ലൈ ലെവൽ. ഓക്കെ, ഇതാണ് ബെഡ് ലെവൽ, അതുപോലെ ഇതാണ് ഫുൾ സപ്ലൈ ലെവൽ. ബെഡ് ലെവൽ ഓഫ് ദി ഡ്രെയിനേജ് ഈസ് എബോവ് ദി ഫുൾ സപ്ലൈ ലെവൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സൂപ്പർ പാസേജ് യൂസ് ചെയ്യുന്നു. വാട്ടർ ഓഫ് ദി കനാൽ പാസസ് ക്ലിയർലി ബിലോ ദി ഡ്രെയിനേജ്. അതേസമയം സൈഫൺ സൂപ്പർ പാസേജോ കനാൽ സൈഫൺ നോക്കിക്കഴിഞ്ഞാൽ അതും സ്ട്രക്ചർ ഇൻ വിച്ച് ഡ്രെയിനേജ് ഈസ് ടേക്കൺ ഓവർ ദി ഇറിഗേഷൻ കനാൽ തന്നെയാണ്, ബട്ട് കനാൽ വാട്ടർ പാസസ് ബിലോ ദി ഡ്രെയിനേജ് അണ്ടർ സൈഫോണിക് ആക്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു സ്ട്രീമിലേക്കും കൂടി കനാൽ വാട്ടറിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സൈഫോണിക് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് കനാൽ സൈഫൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ വെൻ ബെഡ് ലെവൽ ഓഫ് ദി ഡ്രെയിനേജ് ഈസ് ബിലോ ദി ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദി കനാൽ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് ഇനി മുകളിൽ വന്ന് നിൽക്കും, നമ്മുടെ സ്ട്രീമിൻ്റെ ബെഡ് ലെവലിനെക്കാട്ടിലും മുകളിൽ നിൽക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സൈഫൺ സൂപ്പർ പാസേജും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ദി തേർഡ് വൺ. ഓക്കെ, അപ്പോൾ തേർഡ് വൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത്ര നേരം പറഞ്ഞത് എന്താണ്? ഡ്രെയിനേജ് ഒന്നിൽ മുകളിൽ നിൽക്കുന്നു, കനാൽ താഴെ നിൽക്കുന്നു, അടുത്തതിൽ കനാൽ മുകളിൽ പോകുന്നു, ഡ്രെയിനേജ് താഴെ നിൽക്കുന്നു. അപ്പോൾ ടൈപ്പ് 3 എങ്ങനെയായിരിക്കും? രണ്ടും സെയിം ലെവലിൽ നിൽക്കും. ഓക്കെ, ഡ്രെയിനേജ് ആൻഡ് കനാൽ ഇൻ്റർസെക്റ്റ് അറ്റ് ദി സെയിം ലെവൽ. അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെയിം ലെവലിൽ വെച്ച് എന്താണ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഒബ്വിയസ്ലി അവിടെ രണ്ടിൻ്റെയും വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? വാട്ടർ ഇന്റർമിക്സ് ചെയ്യും. കനാൽ വാട്ടറും അതുപോലെ തന്നെ റിവർ വാട്ടറും മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് ടൈപ്പ് 3 വരുന്നത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെവൽ ക്രോസിംഗ് എന്നാണ് ആ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ പറയുന്നത്. ഓക്കെ, ലെവൽ ക്രോസിങ്ങിൻ്റെ ഒരു ഫിഗറാണ്, ഓൾമോസ്റ്റ് ഒരു പ്ലാനാണ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ റിവറും അതുപോലെ തന്നെ കനാലും സെയിം ലെവലിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. സോ ഇതിലിപ്പം ഞാനൊരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഞാൻ റിവർ ഫ്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കനാൽ ഫ്ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനാലിൻ്റെ ഹെഡിൽ ഞാനൊരു കനാൽ റെഗുലേറ്ററും അതുപോലെ തന്നെ റിവർ റെഗുലേറ്ററും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കനാലിലേക്കും അതുപോലെ തന്നെ റിവറിലേക്കുമുള്ള ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും റിവർ ഫ്ലോയും അതുപോലെ തന്നെ കനാൽ ഫ്ലോയും സൈമിൾട്ടേനിയസ്ലി പ്രൊവൈഡ് ചെയ്യുന്ന അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടവിട്ട് നമ്മൾ രണ്ടും അലോ ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. അതായത് ഇപ്പം നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന റിവർ ഫ്ലോ അലോ ചെയ്യേണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു റിവർ റെഗുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് കനാൽ റെഗുലേറ്ററിനെ ക്ലോസ് ചെയ്യും. അപ്പം ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കനാൽ ഫ്ലോ അവിടെ പോസിബിൾ ആവുന്നില്ല, അതവിടെ ഞാൻ ഒബ്സ്ട്രക്ട് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? റിവർ ഫ്ലോയിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഞാൻ വാട്ടർ ഫുള്ള് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നത്. അത് കഴിഞ്ഞ് അതൊരു പെർട്ടിക്കുലർ ടൈം അലോ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു റിവർ റെഗുലേറ്റർ ക്ലോസ് ചെയ്തതിന് ശേഷം കനാൽ റെഗുലേറ്റർ ഓപ്പൺ ചെയ്ത് വയ്ക്കും. അപ്പം ഫുൾ വാട്ടർ എന്ത് ചെയ്യുന്നതിൻ്റെ ഈ ഒരു കനാൽ ഡയറക്ഷനിലേക്ക് ആവശ്യമുള്ള അത്രയും ഡിസ്ചാർജ് കിട്ടുന്ന രീതിക്ക് എന്ത് ചെയ്യുന്നു? അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ കനാൽ ഫ്ലോയിൻ്റെ ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ ഫ്ലോ പെർമിറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു ലെവൽ ക്രോസിങ്ങിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം when the beds of the drainage and canal are practically at the same level, then a hydraulic structure is constructed which is known as level crossing. അപ്പം
ദിസ് suitable ഫോർ ദി ക്രോസിംഗ് ഓഫ് ലാർജ് ഡ്രെയിനേജ് വിത്ത് എ മെയിൻ കനാൽ. ഓക്കെ, ഒരു ലാർജ് റിവറും അതുപോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ കനാലും തമ്മിലുള്ള രണ്ടിൻ്റെ മെയിൻ കനാലിൻ്റെയും അതുപോലെ തന്നെ ലാർജ് ഡ്രെയിനേജിൻ്റെയും ബെഡ് ലെവൽ സെയിം ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ലെവൽ ക്രോസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏത് ടൈപ്പ് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആ ഒരു ഡ്രെയിനേജിൻ്റെയും അതുപോലെ തന്നെ കനാലിൻ്റെയും പൊസിഷൻ വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഈ ഒരു സെലക്ഷന് വേണ്ടിയിട്ട്, ഏത് ടൈപ്പ് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. സോ ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സ്യൂട്ടബിൾ കനാൽ അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ നേച്ചർ ഓഫ് അവൈലബിൾ ഫൗണ്ടേഷൻ, പിന്നെ നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എത്രത്തോളം ഫണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കനാലിൽ പെർമിസിബിൾ ആയിട്ടുള്ള ഹെഡ് ലോസ്, ദെൻ സ്യൂട്ടബിലിറ്റി ഓഫ് സോയിൽ ഫോർ എംബാങ്ക്മെന്റ്, പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ, അവൈലബിലിറ്റി ഓഫ് ഡിവാട്ടറിംഗ് എക്യുപ്മെന്റ്, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെയാണ് നമ്മളൊരു ഏത് ടൈപ്പ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് സെലക്ട് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമ്മുടെ സിലബസിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് അക്യൂഡക്റ്റ് ആണ്. നമ്മൾ ടൈപ്പ് 1 വരുന്നതാണ് അക്യൂഡക്റ്റും സൈഫൺ അക്യൂഡക്റ്റും. അതിൽ തന്നെ അക്യൂഡക്റ്റിനെ തന്നെ നമുക്ക് എഗെയിൻ 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അക്യൂഡക്റ്റിന് വരുന്നത് നമ്മുടെ അക്യൂഡക്റ്റിൻ്റെ ആ ഒരു സൈഡിൻ്റെ ഷേപ്പ്, ഈ ഒരു സൈഡിന് വരുന്ന ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അക്യൂഡക്റ്റിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് അക്യൂഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് ഓഫ് ദി അക്യൂഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എർത്തൺ ബാങ്ക്സ് ആണ്. ഓക്കെ, സ്യൂട്ടബിൾ എർത്ത് സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എർത്തൺ ബാങ്ക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഇടയിലായിട്ടാണ് നമ്മുടെ ഒരു കനാൽ വാട്ടർ വരുന്നത്. ഓക്കെ, അപ്പം സൈഡ്സ് ഓഫ് ദി അക്യൂഡക്റ്റ് എന്ന് പറയുന്നത് എർത്തൺ ബാങ്ക്സ് ആണ് വിത്ത് കംപ്ലീറ്റ് എർത്തൺ സ്ലോപ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വരുന്നതാണ് നമ്മുടെ കൾവേർട്ട് ലെങ്ത് ഓഫ് ദി കൾവേർട്ട് എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് 1 അക്യൂഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒരു സ്ലോപ്പിലായതുകൊണ്ട് തന്നെ ആ ഒരു സ്ലോപ്പിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു കൾവേർട്ട് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ അതിനടിയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന വാട്ടർ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഒരു സ്ലോപ്പിലുള്ള ബാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ഒരു സ്ലോപ്പ് നമ്മുടെ ഈ ഒരു ബേസിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഫെയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലോപ്പിനെയും കൂടി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൾവേർട്ടും കൂടി പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് അക്യൂഡക്റ്റ് നമ്മൾ ഈ അക്യൂഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എർത്ത് സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എർത്തൺ ബാങ്ക്സ് ആണ് നമ്മൾ സൈഡ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ലോപ്പിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൾവേർട്ട് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ദി സെക്കൻഡ് ടൈപ്പ് വന്നിട്ട് അവിടെ നമുക്ക് എർത്തൺ ബാങ്ക്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എർത്തൺ ബാങ്ക്സിൻ്റെ ഔട്ട് സൈഡ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സ്ലോപ്പ് മാറ്റിയിട്ട് അവിടെ നമ്മൾ റീടൈനിങ് വാൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഒരു ഔട്ട് സൈഡിൽ വരുന്ന ഈ ഒരു സ്ലോപ്പിനെയാണ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീടൈനിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രണ്ട് സൈഡിലും വരുന്ന ഔട്ട് സൈഡ് സ്ലോപ്പ് നമ്മൾ മാറ്റുന്നു. ഇൻസൈഡിൽ നമ്മൾ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വരുന്ന ഔട്ട് സൈഡ് സ്ലോപ്പ് മാറ്റിയിട്ട് അവിടെ റീടൈനിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കുറച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, കൾവേർട്ട് ലെങ്ത് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഔട്ട് സൈഡിൽ നമുക്ക് സ്ലോപ്പ് വരുന്നില്ല, വെർട്ടിക്കലി ഉള്ള റിട്ടേണിംഗ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൾവേർട്ട് ലെങ്ത് നമുക്ക് കുറച്ച് പ്രൊവൈഡ് ചെയ്താൽ മതി. അതാണ് ടൈപ്പ് 2 വരുന്നത്. ഓക്കെ, ദെൻ ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും എർത്തൺ ബാങ്ക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഇവിടെ ഈ രണ്ട് ടൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എർത്തൺ ബാങ്ക്സിനിടയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു കനാൽ വാട്ടറിൻ്റെ സ്റ്റോറേജ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടൈപ്പ് 3 വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എർത്തൺ ബാങ്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മേസൺട്രി അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഒരു ട്രഫ് പോലെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിലാണ് നമ്മൾ ഈ ഒരു കനാൽ വാട്ടറിൻ്റെ സ്റ്റോറേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു എന്താണ് ഒരു കുറച്ച്
കുറച്ച് ലെങ്ത്, വളരെ ചെറിയ ലെങ്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്കണോമിക്കലി നമുക്ക് കൂടുതൽ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് 3 അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു എർത്തൻ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് പെർട്ടിക്കുലർ സൈസിലുള്ള മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് ട്രഫ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു വാട്ടറിൻ്റെ സ്റ്റോറേജ് നമ്മുടെ പ്രൊവിഷൻ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കനാൽ ഈസ് ജനറലി ഫ്ലൂയിഡ് ഇൻ ദിസ് കേസ് വാസ് ടു എഫക്ട് എക്കണോമി ഇൻ ദി കൺസ്ട്രക്ഷൻ. നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്കിവിടെ എക്കണോമിക്കലാണ് ഈ ഒരു ടൈപ്പ് 3 അക്യൂഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അക്യൂഡക്റ്റ്, സൈഫൺ അക്യൂഡക്റ്റ്, അതുപോലെ തന്നെ സൂപ്പർ പാസേജ്, സൈഫൺ സൂപ്പർ പാസേജ്, അതുപോലെ ലെവൽ ക്രോസിംഗ്. പിന്നെ പറഞ്ഞത് 3 ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റുമാണ് പറഞ്ഞത്. തിയറി പോർഷൻസിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഗർ ഓർത്ത് കഴിഞ്ഞാൽ ഇത് ഓരോ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഫോൾസ്, അതിൻ്റെ നെസസിറ്റി. ഓക്കെ, അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. നെക്സ്റ്റ് നമുക്കിനി കനാൽ ഫോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.